ഹലോ ഫ്രണ്ട്, വെൽക്കം ടു മൈ വ്ലോഗ്. ഈ യാത്ര മട്ടാഞ്ചേരിയിലേക്കാണ്. അവിടേക്കുള്ളൊരു യാത്രാ വിവരണമാണ് താങ്കൾ കാണാൻ പോകുന്നത്. കേരളീയർ കൂടുതൽ പേരും പഴമയെ ഇഷ്ടപ്പെടുന്നവരാണ്. അതിൽ ഒരാളാണ് ഞാനും. ഒരു കാലഘട്ടത്തിൻ്റെ സംസ്കാരവും ചരിത്രവും അവിടെ ഇപ്പോഴും ഉറങ്ങാതെ കിടക്കുന്നു. മണിക്കൂറുകൾ നീളുന്ന ട്രാഫിക് ബ്ലോക്കുകളുടെ ഉള്ളിലകപ്പെടാതെ ട്രെയിനിലാണ് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലിറങ്ങി അവിടെ നിന്ന് ഒരു ഊബർ എടുത്ത് മറൈൻ ഡ്രൈവിലേക്ക്. അവിടെ വളരെ അടുത്താണ് മറൈൻ ഡ്രൈവ്. ഒരു 10 മിനിറ്റ് യാത്ര. മറൈൻ ഡ്രൈവ് വോക്ക് വേയിലൂടെ നടക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. കായൽ തീരത്തിൻ്റെ കാറ്റേറ്റ് അവിടുത്തെ കാഴ്ചകളും കണ്ട് ഇങ്ങനെ നടക്കാം. വോക്ക് വേയുടെ സൈഡിലായി കുറേ പ്രൈവറ്റ് ബോട്ട് സർവീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ ഞങ്ങളെയും സമീപിച്ചു. 1 മണിക്കൂർ ബോട്ട് യാത്ര. കപ്പലുകളും കണ്ടെയ്നറുകളും ടെർമിനലുകളുമൊക്കെ കണ്ട് ഒരു മനോഹരമായ യാത്ര. അത് ഒരു നല്ല അനുഭവമായിരുന്നു. പ്രൈവറ്റ് ബോട്ടായതിനാൽ കുറച്ച് കൂടുതൽ നേരം നമുക്ക് റൈഡ് ചെയ്യാനും കാഴ്ചകൾ ആസ്വദിക്കാനും സാധിക്കും.
ഇനി മട്ടാഞ്ചേരിയിലേക്കുള്ള യാത്രയാണ്. മറൈൻ ഡ്രൈവ് നടപ്പാതയുടെ ഇരു അറ്റത്തായാണ് ബോട്ട് ജെട്ടിയും വാട്ടർ മെട്രോയും സ്ഥിതി ചെയ്യുന്നത്. ഒരു 1.5 കിലോമീറ്റർ ദൂരം. പുതുതായി പ്രവർത്തനം ആരംഭിച്ച വാട്ടർ മെട്രോ സർവീസ് വൈറ്റില കാക്കനാട് റൂട്ടിലാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു യാത്രാനുഭവം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബോട്ട് ജെട്ടിയിലെത്തി ഞങ്ങളുടെ മട്ടാഞ്ചേരിയിലേക്കുള്ള യാത്ര തുടങ്ങി. ഇതാണ് മട്ടാഞ്ചേരി ബോട്ട് ജെട്ടി എൻട്രൻസ്. ഇവിടെ എത്തിയപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഒരു ഓട്ടോ ജംഗ്ഷനാണ്. അവരിൽ കൂടുതൽ പേരും സന്ദർശകരുടെ ഒരു ഗൈഡ് പോലെ പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെ ഒരാൾ ഞങ്ങളെ സമീപിച്ചു. അങ്ങനെ ഞങ്ങൾ അതിൽ കയറി യാത്ര തുടങ്ങി. ആദ്യം ഞങ്ങൾ എത്തിയത് ഇന്ത്യൻ നേവൽ മറൈൻടൈം മ്യൂസിയത്തിലേക്കാണ്. അവിടെ ഒരാൾ 40 രൂപ ടിക്കറ്റ് ചാർജ്. ഇന്ത്യൻ നാവികസേനയുടെ പഴയ കാലഘട്ടങ്ങളും വളർച്ചയും എല്ലാം അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കുഞ്ഞാലി മരക്കാരും പോർച്ചുഗീസുകാരും തമ്മിലുള്ള ഉഗ്ര നാവിക യുദ്ധത്തിൽ നിന്നും ആരംഭിക്കുന്ന കേരളത്തിൻ്റെ സമുദ്ര ചരിത്രത്തെ ഉയർത്തിക്കാട്ടുന്ന വിവരണങ്ങളാണ് അവിടെ കാണുന്നത്. ഇന്ത്യയിലേക്കുള്ള വാസ്കോ ഡി ഗാമയുടെ യാത്രയും തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലവും മറ്റ് യൂറോപ്യൻ നാവിക സഞ്ചാരികളുടെ യാത്രയുടെ ഭൂപടങ്ങളും കാണിക്കുന്നു. ഇത് 2 ബങ്കറുകൾ പോലെയാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ ബങ്കറിൽ ഇന്ത്യൻ നാവികസേനയുടെ വിവിധ യൂണിഫോമുകൾ, എപ്ലൈറ്റുകൾ, റാങ്കുകൾ, 2ാം ലോക മഹായുദ്ധത്തിൽ നിന്നുള്ള റൈഫിളുകൾ തുടങ്ങിയ ധീരരായ ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ സ്മരണകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഗ്രൗണ്ടിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന മിസൈലുകൾ കളമശ്ശേരിയിലെ ദേശീയ വെടിമരുന്ന് ഡിപ്പോയിൽ നിന്നും കൊണ്ടുവന്നതാണ്. ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ നാവികസേനയുടെ വ്യോമയാന വിഭാഗമായ INS ഗരുഡയുടേതാണ്. പിന്നീട് ഞങ്ങൾ പോയത് സെയിൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലേക്കാണ്. 1503 നിർമ്മിച്ച ഫോർട്ട് കൊച്ചിയിലെ സെയിൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന യൂറോപ്യൻ പള്ളികളിലൊന്നാണ്.
പോർച്ചുഗീസ് പര്യവേക്ഷകനായ വാസ്കോ ഡ ഗാമ 1524 തൻ്റെ മൂന്നാമത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയപ്പോഴാണ് കൊച്ചിയിൽ വെച്ച് അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആദ്യം ഈ പള്ളിയിലാണ് സംസ്കരിച്ചിരുന്നത്. എന്നാൽ 14 വർഷത്തിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ ലിസ്ബണിലേക്ക് മാറ്റി. അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് മാർക്കറ്റ് റോഡിലൂടെ പിന്നീട് ഞങ്ങൾ എത്തിയത് മട്ടാഞ്ചേരി പാലസ് അഥവാ ഡച്ച് പാലസ് എന്നറിയപ്പെടുന്ന മട്ടാഞ്ചേരി കൊട്ടാരത്തിലേക്കാണ്. 1545 കൊച്ചി രാജാവിന് പോർച്ചുഗീസുകാർ നിർമ്മിച്ച് സമ്മാനിച്ചതാണ് ഈ കൊട്ടാരം. എൻട്രി ഫീ നൽകി അകത്തേക്ക് പ്രവേശിച്ചു. വീഡിയോഗ്രാഫിക്ക് അവിടെ നിയന്ത്രണങ്ങൾ ഉണ്ടായതിനാൽ എല്ലാ കാഴ്ചകളും പകർത്താൻ സാധിച്ചില്ല. നീളവും വിശാലവുമായ ഹാളുകൾക്ക് ഇത് പ്രശസ്തമാണ്. ഇരുനിലയുള്ള ഈ കൊട്ടാരത്തിൽ മനോഹരമായ ചുവർച്ചിത്രങ്ങളുടെ ശേഖരമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ നടക്കുന്നത് മട്ടാഞ്ചേരിയുടെ പഴമയുടെ ഹൃദയഭാഗത്തു കൂടിയാണ്, ജൂതത്തെരുവ്. പുരാതന ഷോപ്പിംഗ് വഴികൾക്ക് പേരുകേട്ടതും ഏറ്റവും പ്രാകൃതവും ചരിത്രവുമായ പുരാവസ്തുക്കൾ സന്ദർശകരെ അവിടേക്ക് ആകർഷിക്കുന്നു. വിദേശികളാണ് കൂടുതലായി ഈ ജൂ ടൗണിൽ എത്താറുള്ളത്. ഈ നടപ്പാതയുടെ അങ്ങേയറ്റത്തായി നമുക്ക് യഹൂദരുടെ ആരാധനാ കേന്ദ്രമായ ജൂതപ്പള്ളി കാണാം. 1567 പണികഴിപ്പിച്ച ഈ സിനഗോഗ് അതേ പഴമയിൽ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നു. ഫോട്ടോയിൽ കാണുന്നത് ജൂത സിനഗോഗിൻ്റെ 450-ാം വാർഷികത്തിൽ ഇവിടെ നിന്ന് ഇസ്രായേലിലേക്ക് കുടിയേറിയ ജൂത സമുദായ അംഗങ്ങൾ അവരുടെ പൂർവികർ താമസിച്ച ദേശം സന്ദർശിക്കുകയും വാർഷികത്തിൻ്റെ ഭാഗമായി എടുത്ത ചിത്രമാണത്. 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ചൈനയിൽ നിന്നുള്ള കൈകൊണ്ട് ചായം പൂശിയതും വില്ലോ പാറ്റേണുകളുള്ളതുമായ ഫ്ലോർ ടൈലുകളാണ് ഇവിടെ കാണുന്നത്. പുരാതനമായ ഈ സ്ഥലം വീണ്ടും സന്ദർശിക്കാൻ കഴിയുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു.